സ്ത്രീകളുടെ മൂഡ് സ്വിങ്ങിനെ കുറിച്ച് പറഞ്ഞ ഒരു വീഡിയോ കാരണം കുറേ വിമർശനങ്ങൾ ഇങ്ങനെ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ. ഞാൻ ആ വിമർശനങ്ങളോട് നമുക്കൊരു പരാതിയും പരിഭവമില്ല. പറയുന്നതിൽ ചെറിയ കാര്യങ്ങളുണ്ട്. കാരണം അത് തമാശയാക്കി അവതരിപ്പിച്ചു എന്നതാണ് ഒരു വിഷയം. അത് ശരിയുമാണ്, ഞാനത് മനസ്സിലാക്കുന്നു. കാരണം തമാശയാക്കേണ്ട ഒരു വിഷയമല്ല. പിന്നെ പൊതുവേ എൻ്റെ ഒരു ശൈലി നമ്മുടെ ചുറ്റുപാടും കാണുന്ന കാര്യങ്ങളെ ഹാസ്യരൂപേണ തമാശകളിലൂടെ അവതരിപ്പിച്ച് ആളുകളിലേക്ക് ആ മെസ്സേജ് എത്തിക്കുക എന്നുള്ളതാണ്. മെസ്സേജ് എന്തായിരുന്നു? സ്ത്രീകൾക്ക് മൂഡ് സ്വിങ്ങിന് കിട്ടുന്ന സപ്പോർട്ടും അവരെ ചേർത്ത് പിടിക്കലും പോലെ തന്നെ പുരുഷന്മാർക്കും അത് ആവശ്യമുണ്ട് എന്നൊരു പറച്ചിലായിരുന്നു. പുരുഷന്മാർക്ക് ഈ ചേർത്ത് പിടിക്കലില്ലെങ്കിലും ഒരു പരിഗണനയെങ്കിലും കിട്ടണം എന്നായിരുന്നു വിഷയം. അത് അവതരിപ്പിച്ച രീതി തമാശയിലാണ് എന്ന് മാത്രമേ ഉള്ളൂ. മാത്രമല്ല, ഇതിനെക്കുറിച്ച് പ്രതികരിച്ച പലരും അതിൻ്റെ മുഴുവൻ വീഡിയോ കണ്ടിട്ടില്ല. അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ളത് ഒട്ടും കണ്ടിട്ടില്ല. ആ വീഡിയോയിൽ തന്നെ അതിൻ്റെ അവസാന ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അവസാന ഭാഗത്ത് ഞാൻ പറയുന്നുണ്ട്, ഇത് എഫക്റ്റ് ചെയ്യുന്നവർക്ക്, ഈ ഒരു അവസ്ഥ അനുഭവിക്കുന്നവർക്കേ അത് മനസ്സിലാവുമെന്ന് ഞാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഞാനൊരു മോട്ടിവേഷൻ സ്പീക്കറാണ്. ആ ചുറ്റുമുള്ള ആളുകളെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആ പ്രോഗ്രാമിലൂടെ ചെയ്യുന്നത്. ഈ പ്രോഗ്രാം കഴിയുമ്പോൾ പലരും എൻ്റെ അടുത്ത് വന്നിട്ട് പറയും കൗൺസിലിംഗ് ചെയ്യുമെന്ന്. ഞാൻ കൗൺസിലിംഗ് ചെയ്യാറില്ല, അതെൻ്റെ മേഖലയല്ല. അതിന് എക്സ്പേർട്ടുകൾ വേറെയുണ്ട്. അപ്പോൾ ഇതെന്തായാലും മൂഡ് സ്വിങ്ങിനെ കുറിച്ച് തമാശ പറഞ്ഞു എന്നുള്ളതാണ് എനിക്കെതിരെയുള്ള ആരോപണം. അപ്പോൾ അത് തമാശ പറയേണ്ട ഒരു സംഗതി അല്ല എന്ന് പറയുന്നവരുടെ വാക്കുകൾ ഞാൻ ഉൾക്കൊള്ളുകയാണ്. നമ്മളിനി ശ്രദ്ധിക്കും. എൻ്റെ വീഡിയോസ് പലരും കമൻറ്റുകളിലൂടെ ഞാൻ അറിയുന്നത് അവരുടെ മൂഡ് ഓഫ് ആയിരിക്കുന്ന സമയത്ത് മൂഡ് കിട്ടാനും ഒന്ന് തളർന്നിരിക്കുന്ന സമയത്ത് കുറച്ചൊരു എനർജി കിട്ടാനുമൊക്കെ ഒരുപാട് പേർക്ക് സഹായമാകുന്നു എന്ന് കമൻറ്റുകളിലൂടെ ഞാൻ അറിയുന്നുണ്ട്. അപ്പോൾ അവരെ പ്രചോദിപ്പിക്കുന്ന എൻ്റെ ഈ ഉദ്യമം ഞാൻ തുടരും. അത് തമാശകളിലൂടെയാണെങ്കിൽ തമാശകളിലൂടെ തന്നെ ആളുകളുടെ മനസ്സിലേക്ക് ആ പോയിൻറ്റുകൾ എത്തിക്കാനുള്ള എൻ്റെ ശ്രമം ഞാൻ തുടരും.